ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഹൃദയഭാഗത്ത് തന്നെയാണ്. നമ്മുടെ കൂടെ ഗുരുവീന്ദർ ഭായ് ഉണ്ട്. വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഞാനിപ്പോൾ സെൻട്രൽ ഡൽഹിയിലാണ് വന്നിരിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് ഡൽഹിയിൽ മേജറായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാനുള്ളൊരു ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമ്മൾ സ്ഥലങ്ങൾ ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കണ്ടതിന് ശേഷം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്യാമറ അലൗഡായ സ്ഥലത്തൊക്കെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്തെ വീഡിയോസൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വിശേഷങ്ങൾക്കൊക്കെ കിടക്കാം. ആദ്യം തന്നെ രാജ്ഘട്ട് കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഗാന്ധിജിയുടെ സമാധിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. राजघाट के साथ ही 4 समाधि और बनी हुई है, जिसे शांतिवन, शक्ति स्थल, वीर भूमि कहते हैं। शांतिवन जो है जवाहरलाल नेहरू जी की समाधि है। शक्ति स्थल जो है इंदिरा गांधी की समाधि है। वीर भूमि जो है राजीव गांधी की समाधि है। मेन समाधि राजघाट होती है, जो कि महात्मा गांधी की समाधि है। सारी समाधि 1.5 किलोमीटर में बनी हुई है। अगर आपको सारी देखनी तो आप सारी भी देख सकते हैं, लेकिन मेन समाधि राजघाट होता है। ठीक है सर। ഗുരുവീന്ദർ ഭായ് നമ്മുടെ ടൂർ ഗൈഡ് പോലെ തന്നെയാണ്, ഡ്രൈവറാണ്. എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അവരുടെയൊക്കെ സമാധി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്ഘട്ടിലേക്ക്. नेक्स्ट जो आएगा वो शक्ति स्थल आएगा। शक्ति स्थल पे एक बड़ा सा पत्थर, बड़ा सा स्टोन रखा हुआ है और उसको समाधि बना रखा है। उसका नाम है शक्ति स्थल। वो इंदिरा गांधी की समाधि है। इधर सामने गेट है, उधर लिखा हुआ इधर। ओके ओके, ये सामने लिखा हुआ शक्ति स्थल। शक्ति स्थल, हाँ जी। ये इंदिरा गांधी की समाधि है। सामने लिखा हुआ इंदिरा गांधी। आगे आएगा वीर भूमि। वीर भूमि का कोई पिक्चर नहीं दिया हुआ, बस गेट है, उस पर लिखा हुआ वीर भूमि, राजीव गांधी की समाधि। इधर है राजीव गांधी और मेन है राजघाट। अभी वहाँ जा रहे हैं। അങ്ങനെ നമ്മൾ ഏകദേശം രാജ്ഘട്ട് എത്താറായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഡിയം, ഡൽഹി സ്റ്റേഡിയം ഇല്ലേ, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഡൽഹി ക്യാപിറ്റൽസ് IPL ടീമൊക്കെ കളിക്കുന്ന ഹോം സ്റ്റേഡിയം അതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാജ്ഘട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇനി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുക ഗാന്ധിജിയുടെ ഒരു ഹിസ്റ്ററി, ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഒരുപാട് വിദേശികളൊക്കെ വന്ന് ഇവിടെ ഈ മെമ്മോറിയൽ കാണുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് നമുക്ക് കാണാൻ കഴിയുക. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 വശത്തും ഗാന്ധിജിയുടെ ഒരുപാട് കോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ വചനങ്ങളൊക്കെ എഴുതി കല്ലിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു രാജ്ഘട്ടിനകത്ത് കയറാൻ നമുക്ക് ചാർജസ് ഒന്നുമില്ല, ഫ്രീ ഓഫ് എൻട്രിയാണ്. ഏത് ഇന്ത്യൻ സിറ്റിസണും പുറത്തുള്ള സിറ്റിസണും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവ് എവിടെയാണ് വിശ്രമം കൊള്ളുന്നത് എന്ന് കാണാനുള്ള ഈ ഒരു മോനുമെൻറ്റ് അത്രയും വൃത്തിയും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ഗവൺമെൻറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അകത്ത് കയറുമ്പോൾ അത്യാവശ്യം നമ്മൾ മൊബൈലൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വന്നതിന് ഓർമ്മയ്ക്ക് ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം എന്നല്ലാതെ കൂടുതൽ സെൽഫി ഇതൊക്കെ എടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിനോട് ബഹുമാന സൂചകമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് മിലിറ്ററിയും പോലീസൊക്കെ ഇവിടെ ഫുൾ ടൈം പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇതിനകത്ത് വന്ന് ഇതാണ് നമ്മുടെ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ സ്മരണാഞ്ജലിയൊക്കെ അർപ്പിച്ച് നമ്മൾ ഈ ഒരു ഓർമ്മകൾ, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രാർത്ഥന അർപ്പിച്ച് നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു സൗകര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ചൂടാണ്, 45-50 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പോകാം. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അവരുടെയൊക്കെ സ്മൃതി മണ്ഡപങ്ങൾ ഇതിനകത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കണ്ടോ, വീർഭൂമി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപമാണ്. ഇതെല്ലാം ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ ഡൽഹി വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.